അയ്യപ്പനും വാവരും ഒരു അവിശ്വസനീയ സൗഹൃദം. പന്തള രാജകുമാരനായ അയ്യപ്പൻ ഒരു പുലിപ്പാലിനായുള്ള യാത്രയിൽ കാട്ടിലെത്തിയപ്പോൾ അവിടെ വാവരെ കണ്ടുമുട്ടി. വാവർ ഒരു മുസ്ലിം യോദ്ധാവായിരുന്നു. തുടക്കത്തിൽ അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായെങ്കിലും അയ്യപ്പന്റെ ധീരതയും നീതിബോധവും വാവരെ ആകർഷിച്ചു. താമസിയാതെ അവർ ഉറ്റ ചങ്ങാതിമാരായി. അയ്യപ്പൻ പമ്പാനദിയിൽ സ്നാനം ചെയ്ത് ശരണമന്ത്രം ജപിച്ചതിനു ശേഷം കാനനത്തിലൂടെ സഞ്ചരിച്ചു. ഈ യാത്രയിൽ വാവർ അയ്യപ്പന് വലിയ പിന്തുണ നൽകി. ഇരുവരും ഒരുമിച്ച് തിന്മകൾക്കെതിരെ പോരാടി. മഹർഷിമാരെയും സാധുജനങ്ങളെയും ഉപദ്രവിച്ചിരുന്ന മഹിഷിയെ വധിക്കാൻ അയ്യപ്പനെ വാവർ സഹായിച്ചു. അയ്യപ്പന്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കിയ ശേഷം അയ്യപ്പൻ ശബരിമലയിൽ ധർമ്മശാസ്താവായി കുടികൊണ്ടു. തന്റെ പ്രിയമിത്രമായ വാവർക്ക് വേണ്ടി അയ്യപ്പൻ ഒരു പള്ളിയും ശബരിമലയ്ക്ക് അടുത്തായി പണി കഴിപ്പിച്ചു. ഇന്നും ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ വാവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്. ഇത് മതസൗഹാർദ്ദത്തിന് വലിയ ഉദാഹരണമാണ്. ഈ കഥയിലൂടെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദവും മതപരമായ ഐക്യവും വ്യക്തമാക്കുന്നു. ജാതിമത ഭേദമന്യേയുള്ള സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഉത്തമ മാതൃകയാണ് ഈ ബന്ധം.